Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എംകോം സെക്കൻഡ് സെമസ്റ്റർ എക്സാംസ് ഓഗസ്റ്റ് 1 മുതൽ ആരംഭിക്കുകയാണ്. ആദ്യത്തെ എക്സാം വരുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം പേപ്പറാണ് അഡ്വാൻസ്ഡ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്. ഈ ഒരു പേപ്പറിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് ബിയിലുള്ള 3 വെയിറ്റേജിന്റെ ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എംകോം എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. റെക്കോർഡ് ക്ലാസ്സസ് ഉള്ളത് കൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ പാർട്ട് ബിയിൽ 7 ചോദ്യങ്ങളാണ് വരുന്നത്. അതിൽ 4 ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്യണം. സോ യൂഷ്വലി 4 പ്രോബ്ലംസ് 3 തിയറി, അല്ലെങ്കിൽ 4 തിയറി 3 പ്രോബ്ലം. കൂടുതൽ കണ്ടുവരുന്നത് 4 പ്രോബ്ലംസ് 3 തിയറിയാണ്. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് തിയറി ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന കുറച്ച് റിപ്പീറ്റ് ചോദ്യങ്ങളുണ്ട്. അതിലോട്ട് നമുക്ക് ആദ്യം തന്നെ കിടക്കാം. അതിലാദ്യം മിക്ക പേപ്പറിലും വരാറുള്ളത് മെർജർ അക്വിസിഷൻ, അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യമാണ്. സോ ഡിഫറൻസ് ബിറ്റ്വീൻ merger and acquisition. നിർബന്ധമായും പഠിക്കുക. മെർജറിന്റെ ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്, അത് നോക്കി വയ്ക്കുക. അപ്പോൾ മെർജറോ അല്ലെങ്കിൽ അക്വിസിഷനോ ഇതിനെ റിലേറ്റ് ചെയ്തുള്ള തിയറി പലപ്പോഴും വരാറുണ്ട്. മെർജറിന്റെ ടൈപ്സ് കേട്ടോ, ടൈപ്സും നോക്കി വയ്ക്കുക. സോ ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ചോദ്യം. പിന്നെ റിപ്പീറ്റ് ആയിട്ട് വരുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ലീസിങ്ങിനെ പറ്റിയിട്ടുള്ള ചോദ്യം. അപ്പോൾ ലീസിങ് എന്താണ്, അതിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലീസിങ്, ഓപ്പറേഷൻ ലീസിങ്, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ലീസ് ഉണ്ട്. ഈ രണ്ടെണ്ണത്തിൻ്റെ എക്സ്പ്ലനേഷനാണ് ചോദിക്കാറ്. ചില സമയത്ത് അതിൻ്റെ ഡിഫറൻസും ചോദിക്കാറുണ്ട്. ഡിഫറൻസ് ബിറ്റ്വീൻ operating lease and financial lease, അല്ലെങ്കിൽ അതിൻ്റെ എക്സ്പ്ലനേഷൻ, ഈ പറയുന്ന ഓപ്പറേറ്റിംഗ് ലീസും ഫിനാൻഷ്യൽ ലീസും എന്താണെന്നുള്ള എക്സ്പ്ലനേഷൻ. അപ്പോൾ ലീസിംഗ് ആണ് മറ്റൊരു തിയറി ചോദ്യം റിപ്പീറ്റ് ആയിട്ട് വരാറുള്ളത്. പിന്നെ ലാസ്റ്റ് ഏരിയയിൽ ഒരു 3-4 തിയറി ടോപ്പിക്സ് ഇല്ലേ, അതിൽ ഏതെങ്കിലും 1-2 പലപ്പോഴും റിപ്പീറ്റ് ആണ്. വരുന്ന ടോപ്പിക്കുകൾ ഓരോന്നൊക്കെ നമുക്ക് കാണാൻ. നെക്സ്റ്റ് ആദ്യത്തെയാണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. ഒരെണ്ണം മിനിമം ഉണ്ടാവും. അക്കൗണ്ടിങ് എന്താണ്, അതിൻ്റെ സ്കോപ്പ്, ഇതിനായിട്ട് മുമ്പ് ചോദിച്ചിട്ടുള്ള ചോദ്യം തന്നെയാണ്. അതുപോലെ തന്നെ മറ്റൊരു ചോദ്യമാണ് ഫോറൻസിക് അക്കൗണ്ടിങ്. അത് SCക്ക് വരാറുള്ളതാണ്. ഫോറൻസിക് അക്കൗണ്ടിങ്, അതിൻ്റെ എക്സ്പ്ലനേഷൻ മറ്റൊരു ക്വസ്റ്റ്യൻ. അതിൻ്റെ അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസ് ഒക്കെ നോക്കി വയ്ക്കുക. ഓക്കെ, ഫീച്ചേഴ്സ്, അഡ്വാൻറ്റേജസ്, അതിനെപ്പറ്റിയുള്ള എക്സ്പ്ലനേഷൻസ് നോക്കി വയ്ക്കുക. അതാണ് മറ്റൊരു ചോദ്യം. പിന്നെ മിക്ക പേപ്പറിലും റിപ്പീറ്റ് ആയിട്ട് കാണാറുള്ള അതിൽ തന്നെയുള്ള ഒരു ടോപ്പിക്കാണ് ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ്. സെപ്പറേറ്റ് വേണമെങ്കിൽ തരാം. HRA, ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ് എന്താണ്, അതിൻ്റെ എക്സ്പ്ലനേഷൻ. അതും നമ്മൾ മാറി മാറി വരാറുള്ളൊരു ചോദ്യമാണ്. പിന്നെ നമ്മളൊക്കെ എക്സ്പെക്ട് ചെയ്യാം. അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ഒരു പ്രാവശ്യം എടുത്ത് ചോദിച്ചിട്ടുണ്ട്. ഒബ്ജക്റ്റീവ്സ് ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ്ങിൻ്റെ. ഓക്കെ, അപ്പോൾ ഈ 2-3 ടോപ്പിക്സിലെ ഏതെങ്കിലും ഒരെണ്ണം മിക്കതും കാണാം. പിന്നെ എൻവയോൺമെൻറ്റൽ അക്കൗണ്ടിങ് ഉണ്ട്, അതും നോക്കണം. പിന്നെ ഉള്ളതാണ് ഇൻഫ്ലേഷൻ അക്കൗണ്ടിങ്. എന്താണ്, അതിൻ്റെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ്. അത് നമ്മൾ പ്രതീക്ഷിക്കുന്ന
തിയറി ചോദ്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് ടോപ്പിക്സ് ലാസ്റ്റ് കാണുന്നതിൽ നിന്ന് ചോദ്യങ്ങൾ പലപ്പോഴും വരാറുള്ളതാണ്. ഇനി നമ്മൾ നെക്സ്റ്റ് പ്രോബ്ലംസിൻ്റെ ഏരിയയിലോട്ട് പോകുമ്പോൾ ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ, ഇതിൻ്റെ പ്രോബ്ലം പലപ്പോഴും വരാറുള്ളതാണ്. നിർബന്ധമായും പഠിക്കുക ഒരെണ്ണം. പിന്നെ ലിക്വിഡേറ്റേഴ്സ് ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോബ്ലം പലപ്പോഴും വരാറുണ്ട്. മറ്റൊരു ക്വസ്റ്റ്യൻ. ഇനി നെക്സ്റ്റ് ഇൻഫ്ലേഷൻ അക്കൗണ്ടിങ്ങിലത്തെ തിയറി പറഞ്ഞു, അതിൽ നിന്നുള്ള പ്രോബ്ലം ഒരെണ്ണം പലപ്പോഴും കാണാറുണ്ട്. അത് CCA, അതിനെ റിലേറ്റ് ചെയ്തുള്ളതാണ് മിക്കതും കാണാറ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ആദ്യം കാണാൻ പറ്റും. അതിൽ ഇതിനായിട്ട് മുമ്പ് കണ്ടിട്ടുള്ളതാണ്, അതൊന്ന് പറയാം. ഗിയറിംഗ് അഡ്ജസ്റ്റ്മെന്റ് അണ്ടർ CCA, അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള എന്താണ് പ്രോബ്ലം നോക്കണം. അതിൻ്റെ തിയറിയും വരാറുണ്ട് ചിലപ്പോൾ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിഫറെൻ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് നീഡഡ് അണ്ടർ CCA എന്ന് പറഞ്ഞിട്ടൊരു തിയറി വന്നിട്ടുണ്ട് ഇതിനായിട്ട് മുമ്പ്. ഡിഫറെൻ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് നീഡഡ് അണ്ടർ CCA. അപ്പോൾ ആ ഒരു ചാപ്റ്ററിൽ നിന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്ന സിമ്പിളായിട്ടുള്ളൊരു പ്രോബ്ലത്തിൻ്റെ ഡീറ്റെയിൽ ആണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ പ്രോബ്ലം ലിക്വിഡേഷൻ, ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ, പിന്നെ ലീസിങ്ങിൽ നിന്ന് പ്രോബ്ലം ഇടാറുണ്ട്. ഞാൻ നേരത്തെ തിയറി പറഞ്ഞു ലീസിങ്ങിൻ്റെ. സോ ഇതിൽ നിന്നുള്ളൊരു പ്രോബ്ലം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ. പിന്നെ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് സാധാരണ SAക്ക് ആണ്. ഒരൊറ്റ പ്രാവശ്യം മാത്രം അത് 3 വെയിറ്റേജിലും കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ 3 വെയിറ്റേജിൻ്റെ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. ഞാൻ എല്ലാം കവർ ചെയ്തിട്ടാണ് പ്രതീക്ഷിക്കുന്നത്. മെർജർ അക്വിസിഷൻ പറഞ്ഞു, പിന്നെ ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ പ്രോബ്ലം, ലീസിങ്ങിൻ്റെ പ്രോബ്ലവും തിയറിയും വരുന്നതാണ്. പിന്നെ ഗിയറിംഗ് അഡ്ജസ്റ്റ്മെന്റ് അണ്ടർ CCAയുടെ പ്രോബ്ലം, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ്ങിൻ്റെ തിയറി, പിന്നെ ഈ ഡിഫറെൻ്റ് അഡ്ജസ്റ്റ്മെന്റ് നീഡഡ് അണ്ടർ CCA മറ്റൊരു തിയറി ചോദ്യം പറഞ്ഞു. ലിക്വിഡേറ്റഡ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട്, അതുപോലെ തന്നെ ഇൻഫ്ലേഷൻ അക്കൗണ്ടിങ്, പിന്നെ എൻവയോൺമെന്റൽ അക്കൗണ്ടിങ്ങിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, അതിൻ്റെ ഫോംസ് ഒരു പ്രാവശ്യം എടുത്ത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. എൻവയോൺമെന്റൽ അക്കൗണ്ടിങ്ങിൻ്റെ ഞാനത് ചോദിച്ചിട്ടുള്ള അതിൻ്റെ ഡിഫറെൻറ്റ് ഫോംസ് ചോദിച്ചിട്ടുണ്ട്. HRA പറഞ്ഞു. ഓക്കെ. ഫോറൻസിക് അക്കൗണ്ടിങ് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് 3 വെയിറ്റേജിൽ മാറി മാറി കാണാറ്. കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൻ്റെ SAക്ക് ആണ് ഒരു പ്രാവശ്യം 3 വെയിറ്റേജിലും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ തിയറി ഒരു 3 മിനിമം ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ചോദ്യങ്ങളൊക്കെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ചോദ്യങ്ങൾ എന്തായാലും നോക്കി വയ്ക്കുക. വലിച്ചു വാരി പഠിക്കേണ്ട, കണ്ടന്റ് കറക്റ്റായിട്ട് മനസ്സിലാക്കുക, കൺസെപ്റ്റ്സ്. മെർജർ, പിന്നെ ലീസിങ്ങിൻ്റെ തിയറി, ലീസിങ്ങിൻ്റെ പ്രോബ്ലം, ഫിനാൻഷ്യൽ ലീസാണ് പ്രതീക്ഷിക്കുന്നത് കൂടുതൽ. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ്, ഫോറൻസിക് അക്കൗണ്ടിങ്, HRA, എൻവയോൺമെന്റൽ അക്കൗണ്ടിങ്, ഇൻഫ്ലേഷൻ. ഓക്കെ. ഇതൊക്കെയാണ് തിയറിയിൽ കൂടുതൽ കേട്ടോ. പിന്നെ ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ്റെ പ്രോബ്ലം, ലിക്വിഡേറ്റേഴ്സ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, ഗിയറിംഗ്, പിന്നെ അതിൻ്റെ തിയറി ഉണ്ട്. ആൻഡ് ഫൈനലി ഞാൻ പറഞ്ഞു കൺസോളിഡേറ്റഡ് സ്റ്റേറ്റ്മെന്റ് ചിലപ്പോൾ വേണമെങ്കിൽ SAക്ക് പകരം ഇതിലേക്കും വേണമെങ്കിൽ ഇടാം. ബട്ട് അത് SA ടോപ്പിക്കാണ്, അതുകൊണ്ടാണ് ഞാൻ ഇതിൽ ഇടാത്തത് കേട്ടോ. അപ്പോൾ തിയറിക്കും പ്രോബ്ലത്തിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു പാർട്ടാണ് പാർട്ട് B. ഓക്കെ. അപ്പോൾ ആദ്യത്തെ കുറച്ച് ചോദ്യങ്ങൾ ഇതാണ് വരുന്നത്. പിന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ചോദ്യങ്ങളുടെ ഡീറ്റെയിൽ ആണ് പിന്നെ പറഞ്ഞത്. സോ ദാറ്റ്സ് ഓൾ. ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമന്റ് ചെയ്യാനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.